അപ്പോൾ ഇതാണ് ആക്ച്വലി JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സർക്യൂട്ട്. നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ആക്ച്വലി കേസായിട്ട് നോക്കണം. അപ്പോൾ കേസ് എങ്ങനെയാണ്? ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കേസ് 1. എന്താണ് കേസ് 1? ക്ലോക്ക് 0, അതായത് ക്ലോക്ക് കൊടുക്കുന്നില്ല. ക്ലോക്ക് 0 ആണെങ്കിൽ എന്താ വരിക? ക്ലോക്ക് 0 ആണെങ്കിൽ തൊട്ട മുന്നത്തെ കേസ് നോക്കാം. ഈ ക്ലോക്ക് 0 എന്ന് വെച്ചോ. ഇത് 0 ആണ്. ഇതൊരു നാൻഡ് ഗേറ്റ് ആണ്. ആദ്യത്തെ ആൻഡ് നടക്കുകയാണെങ്കിൽ ബാക്കി ഇൻപുട്ടുകളൊക്കെ എന്തോ ആയിക്കോട്ടെ, ഇവിടെ ഒരു 0 വരുവാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതൊരു നാൻഡ് ഗേറ്റ് ആണ്. ആദ്യം ആൻഡ് നടത്തിയിട്ട് പിന്നെ നോട്ട് ചെയ്യുക. അപ്പോൾ ആൻഡ് നടത്തുമ്പോൾ ഒരു 0 ഇൻപുട്ടായി വന്നാൽ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ ഇവിടെ 1 വരും, അതേപോലെ ഇവിടെ 1 വരും. ഓക്കെ, ഇവിടെ 1 വരികയാണെങ്കിൽ ഇതൊരു നാൻഡ് ഗേറ്റ് വെച്ചിട്ടുള്ള SR ലാച്ച് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? മെമ്മറി ആയിരിക്കും. അതായത് പഴയ ഔട്ട്പുട്ട് എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും കിട്ടുക. അപ്പോൾ ക്ലോക്ക് 0 ആണെങ്കിൽ എന്താ കിട്ടുക? മെമ്മറി. ഔട്ട്പുട്ടിൽ നോ ചേഞ്ച്. അതായത് QN+1 ഈസ് ഈക്വൽ ടു QNN ആയിരിക്കും. ഇനി നമുക്ക് കേസ് 2 നോക്കാം. കേസ് 2 എന്ന് പറഞ്ഞാൽ ക്ലോക്ക് ഉണ്ട്. പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങോ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങോ ലെവൽ ട്രിഗറോ അങ്ങനെ ഏതെങ്കിലും ഒരു ടൈപ്പ് ട്രിഗറിങ് ആണ് ഉള്ളതെങ്കിൽ ക്ലോക്ക് ഉണ്ട്. ക്ലോക്ക് 1 ആണ്. ഇനിയോ ജെയിലെ വാല്യൂ 0, കെയിലെ വാല്യൂ 0. ജെയിലെയും കെയിലെയും വാല്യൂ 0 ആവുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ ജെയുടെ വാല്യൂ 0 വരും, കെയുടെ വാല്യൂ 0 വരും. നമുക്ക് വേറെ കളർ ഉപയോഗിക്കാം. ജെയുടെ വാല്യൂ 0, കെയുടെ വാല്യൂ 0. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം ഈ ഒരു നാൻഡ് ഗേറ്റിലേക്ക് 0 കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ 1 കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെമ്മറി കണ്ടീഷൻ ആയിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് എന്താ കിട്ടുക? ജെയുടെ വാല്യൂ 0, കെയുടെ വാല്യൂ 0, ക്ലോക്ക് 1 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് മെമ്മറിയാണ് കിട്ടുക. മെമ്മറി എന്ന് പറഞ്ഞാൽ QN+1 ഈസ് ഈക്വൽ ടു, അതായത് പ്രസൻറ്റ് ഇൻപുട്ട് ഈസ് ഈക്വൽ ടു പാസ്റ്റ് ഇൻപുട്ട് ആയിരിക്കും. ഇനി നമുക്ക് കേസ് 3 നോക്കാം. എന്താണ് കേസ് 3? ക്ലോക്ക് ഉണ്ട്. ക്ലോക്ക് ഈസ് ഈക്വൽ ടു 1. ജെ ഈസ് ഈക്വൽ ടു കേസ് 1, ജെ ഈസ് ഈക്വൽ ടു 1, കെ ഈസ് ഈക്വൽ ടു 0. അതായത് 0, 0, 0, 1 അങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ജെയുടെ വാല്യൂ 0യും കെയുടെ വാല്യൂ 1 എടുത്ത് നോക്കാം. ജെയുടെ വാല്യൂ 0യും കെയുടെ വാല്യൂ 1 എടുത്ത് നോക്കാം. ജെ 0യും അതായത് ഞാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് 0, 0, 0, 1, 1, 0, 1, 1 അങ്ങനെ പോകണം. അതുകൊണ്ടാണ്. അപ്പോൾ കേസ് 3യിൽ ക്ലോക്ക് ഉണ്ട്. ക്ലോക്കിൻ്റെ വാല്യൂ 1 ആണ്. ജെയുടെ വാല്യൂ 0, കെയുടെ വാല്യൂ 0. അപ്പോൾ ജെയുടെ വാല്യൂ 0യും കെയുടെ വാല്യൂ 0യും വരുവാണെങ്കിൽ പഴയ SRൻ്റെ അതേ കേസ് തന്നെയാണ്. ഇവിടെ ആകെ ഒരു ചേഞ്ച് വരുന്നതെന്ന് വെച്ചാൽ അവസാനത്തെ 1 കണ്ടീഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജെയുടെ വാല്യൂ 0യും കെയുടെ വാല്യൂ 1 ആണെങ്കിൽ Q എന്തായിരിക്കും? Qയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതായത് Q ബാർ ഈസ് ഈക്വൽ ടു 1. അതായത് ജെ 0 ആവുകയാണെങ്കിൽ ഇതെന്താവും? റീസെറ്റ് ആവും. ഒന്നാമത്തെ ഇൻപുട്ട് 0യും രണ്ടാമത്തെ ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അതിൻ്റെ കോംപ്ലിമെൻറ്റ് 1 ആയിരിക്കും. ഇനി നാലാമത്തെ കേസ് 4. ഇത് ഞാനിങ്ങനെ ഓടിച്ച് പോകുന്നതെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ SRൻ്റെ കേസ് പറഞ്ഞതാണ്. അതേപോലെ തന്നെയാണ് വരിക. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് പറയാൻ ഒരുപാട് നേരമുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ വീണ്ടും ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്ത പോലെ സമയം പോകും. അതുകൊണ്ടാണ് കേട്ടോ. ക്ലോക്ക് 1 എടുക്കുക. ജെയുടെ വാല്യൂ ഇപ്പോൾ ഇൻപുട്ട് എന്തായി? 0, 0, 0, 1, ഇനി 1, 0. ജെയുടെ വാല്യൂ 1, കെയുടെ വാല്യൂ 0. അപ്പോൾ ജെയുടെ വാല്യൂ 1 വരികയാണെങ്കിൽ ഒന്നാമത്തെ ഇൻപുട്ട് 1ഉം രണ്ടാമത്തെ ഇൻപുട്ട് 0ഉം ആണെങ്കിൽ Qയുടെ വാല്യൂ എന്തായിരിക്കും? സെറ്റ് ആവും. Q ഈക്വൽ ടു 1, Q ബാർ ഈക്വൽ ടു 0. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ കേസ് 5 ആണ്. ഏതാണ്? ക്ലോക്ക് ഉണ്ട്. SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കൊണ്ട് നടക്കാത്ത സാധനമാണ് JKനെ കൊണ്ട് നടക്കില്ല എന്ന് നോക്കുന്നത്. J ഈക്വൽ ടു 1, K ഈക്വൽ ടു 1. SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ S ഈക്വൽ ടു 1ഉം R ഈക്വൽ ടു 1ഉം പോസിബിൾ അല്ലായിരുന്നു. ഇവിടെ J ഈക്വൽ ടു 1ഉം K ഈക്വൽ ടു 1ഉം കൊടുത്താൽ എന്താ സംഭവിക്കുക നോക്കാം. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കത് വേറെ 2 ഡിഫറെൻറ്റ് കളർ വെച്ചിട്ട് കാണിക്കാം. എങ്കിലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പഴയ ഇപ്പോൾ J ഈക്വൽ ടു 1ഉം K ഈക്വൽ ടു 1ഉം കൊടുത്താൽ ഇതിന് തൊട്ട മുന്നേ ഉള്ള സാധനം, കാരണം ഫീഡ്ബാക്ക് കൊണ്ട് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നോക്കാം. അപ്പോൾ അസ്യൂം ചെയ്യാം നമുക്കിവിടെ.
അസ്യൂം ക്യൂ ഈക്വൽ ടു 0, ക്യൂ ബാർ ഈക്വൽ ടു 1. അപ്പം J1 ഉം K1 കൊടുത്ത് ഇനി തൊട്ട് മുന്നേ Q0 ഉം ക്യൂ ബാർ 1 ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. നമുക്ക് അടുത്ത കേസ് രണ്ടാമത് അസ്യൂം ചെയ്യാം. Q1 ഉം ക്യൂ ബാർ 0 ആയിട്ടുള്ള കേസ് നമുക്ക് നോക്കാം. ആദ്യത്തെ കേസിൽ ഞാൻ Q0 ഉം ക്യൂ ബാർ 1 ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ Q0 എന്ന് പറഞ്ഞാൽ Q ഈക്വൽ ടു 0, ക്യൂ ബാർ ഈക്വൽ ടു 1 ആണേ. Q ഈക്വൽ ടു 0, ക്യൂ ബാർ ഈക്വൽ ടു 1. അപ്പോൾ ആ 0 ഇതിൽ കൂടെ ഉണ്ടോ, ഈ 0 ഇതിൽ കൂടെ ഫീഡ്ബാക്ക് വഴി ഇവിടെ എത്തിയിട്ടുണ്ട്. ക്യൂ ബാർ 1 ആണ്. ക്യൂ ബാർ ഈ ഒരു പിങ്ക് ഫീഡ്ബാക്ക് കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ജെയുടെയും കെയുടെയും വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ 1 ആണ്, കെയുടെ വാല്യൂ 1 ആണ്. ക്ലോക്ക് ഉണ്ട്, ക്ലോക്ക് ഉള്ളതുകൊണ്ട് ക്ലോക്കിൻ്റെ വാല്യൂ 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പോൾ ഒന്നാമത്തെ നാൻഡ് ഗേറ്റ് നോക്കാമല്ലോ. ഒന്നാമത്തെ നാൻഡ് ഗേറ്റിൽ ഒരു 0 ഉണ്ട്, ഒരു 1 ഉണ്ട്, ഒരു 1 ഉണ്ട്. അപ്പോൾ 0യും 1ഉം 1 ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം ആൻഡ് ചെയ്ത് പിന്നെ നോട്ടാണ് ചെയ്യുക. അപ്പോൾ 0.1.1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ എന്താണ്, ഇവിടെയും 1.1.0 1.1.0 എന്താണ്, 0 ആണ്. അതിൻ്റെ നോട്ട്, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ് വീണ്ടും വരിക. അപ്പോൾ ഇവിടെയും 1, ഇവിടെയും 1, ഇവിടെയും 1, ഇവിടെയും 1 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു സെക്കൻഡേ. ഒരു തെറ്റ് നമ്മളെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടോ, ക്യൂ ബാറിൽ നിന്ന് ക്യൂ ബാർ എന്താണ്, 1 ആണ്. അപ്പോൾ 1 ഫീഡ്ബാക്ക് വഴി ശ്രദ്ധിക്കണേ, ക്യൂ ബാർ ആണ് ഇവിടെ, ഇവിടുന്ന് 1 ഫീഡ്ബാക്ക് വഴി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 0 എന്നാണ് മാർക്ക് ചെയ്തത്. അത് തെറ്റ് പറ്റിപ്പോയതാണ്. ഇവിടെ എന്താ വരിക, ഇവിടെ 1 ആണ് വരിക. കാരണം അല്ലേ, ക്യൂ ബാർ ആണ് പറഞ്ഞാൽ ഇങ്ങനെ കണക്ട് ചെയ്ത് മേലെ കൂടെ പോയിട്ട് ഒന്നാമത്തെ നാൻഡ് ഗേറ്റിലേക്ക് വരും. അപ്പോൾ ഒന്നാമത്തെ നാൻഡ് ഗേറ്റിൻ്റെ ഇപ്പോഴത്തെ ഇൻപുട്ട് നോക്കൂ, ഇവിടെ ഇൻപുട്ട് 1 ആണ്, ജെയിൽ ഓൾറെഡി 1 ആണ്, ക്ലോക്കിലുണ്ട് 1. അപ്പോൾ 1ഉം 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 1.1.1 1.1.1 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. അതിനെയാണ് ഇവിടെ നോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നോട്ട് ചെയ്യപ്പെടുന്നത് ഇവിടെ എന്താ വരിക, ഇവിടെ 0 ആയി വരിക, 0യും 1ഉം. ഇവിടെ 0യും 1ഉം വരുവാണെങ്കിൽ എന്താ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക? ഇത് ആക്ച്വലി ഒരു നാൻഡ് ഗേറ്റ് വെച്ചിട്ടുള്ള SR ലാച്ചാണ്, നാൻഡ് ഗേറ്റ് വെച്ചിട്ടുള്ള. ഇപ്പം നാൻഡ് ഗേറ്റുള്ള SR ലാച്ചിൽ പോവുകയാണെങ്കിൽ 0യും 1ഉം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 1-0 ആയിരുന്നു കിട്ടുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നാൻഡ് ഗേറ്റിൽ 0യും 1ഉം ആണ് ഇൻപുട്ട് എങ്കിൽ എസ്സിലും ആറിലും ഔട്ട്പുട്ട് എന്തായിരിക്കും, 1ഉം 0 ആണ്. ഇവിടെ 0യും ഇവിടെ 1ഉം വരികയാണെങ്കിൽ ഇവിടെ 1ഉം 0യും ആണ് കിട്ടുക. അപ്പോൾ നമ്മളൊക്കെ എന്താ വരിക, അപ്പോൾ ഇപ്പോൾ എന്താ പുതിയ ഔട്ട്പുട്ട് എന്താ, ഇവിടെ 0യും 1ഉം വരികയാണ്. ഇവിടെ എന്താ വരിക, ഇവിടെ എന്താ വരിക, ഇവിടെ 1ഉം 0യും വരിക, 1ഉം 0യും. അതിനല്ലേ പുറത്ത് വരിക. അപ്പോൾ എന്താ, ഇവിടെ 1ഉം ഇവിടെ 0 ആയി. മനസ്സിലായോ? അപ്പോൾ പഴയ ഔട്ട്പുട്ട് 0യിൽ നിന്ന് 1ലേക്ക് മാറി, ക്യൂ ബാർ എന്തായി, 1ൽ നിന്ന് 0ലേക്ക് മാറി. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. നമ്മളിവിടെ തുടങ്ങിയെന്ന് വെച്ചാൽ അസ്യൂം ക്യൂ ഈക്വൽ ടു 0, ക്യൂ ബാർ ഈക്വൽ ടു 1 എന്നാ. അപ്പോൾ നമുക്ക് കിട്ടി എന്താ, QN+1 എന്ത് കിട്ടി, ക്യൂ 1 ആയി മാറി, ക്യൂ ബാർ എന്തായി, ക്യൂ ബാർ N+1 എന്തായി, 0 ആയി മാറി. അതായത് 0 എന്നുള്ളത് 1ലേക്ക് മാറി, 1 എന്നുള്ളത് 0ലേക്ക് മാറി. ഇനി അടുത്തായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം, അസ്യൂം ക്യൂ ഈസ് ഈക്വൽ ടു 1, ക്യൂ ബാർ ഈക്വൽ ടു 0. ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു കളറിനെ ജസ്റ്റ് മാറ്റിക്കളയാം. ഇവിടെ 0യും ഇത് 1നെ നമുക്ക് നീല കൊണ്ട് വരയ്ക്കാം, 0 ആണ്. ഇപ്പോൾ ഉള്ളതാണ് ഈ നീലയുള്ളത്. അപ്പോൾ നീലയുള്ളതുകൊണ്ട് ഈ 1 എന്ത് ചെയ്യും, 1 ഇങ്ങനെ ഫീഡ്ബാക്ക് കൂടെ പോയിട്ട് ഇവിടെ എത്തും. ഇപ്പോൾ നീലയാണ് വരയ്ക്കുന്നത്. കെ എന്താണ്, 1 ആയതുകൊണ്ട് കെയുടെ വാല്യൂ 1 തന്നെ. ക്ലോക്ക് ഉള്ളതുകൊണ്ട് ക്ലോക്കിൻ്റെ വാല്യൂ എന്താണ്, 1.
അതേപോലെ ഇവിടെയുള്ള ഈ സീറോ എന്ത് ചെയ്തു, ഇതുവഴി ഇങ്ങനെ വന്ന് മേലത്തെ ഒന്നാമത്തെ നാൻഡ് ഗേറ്റ് ജെ ഉള്ളിടത്തേക്ക് എത്തും. അപ്പോൾ അവിടെ എന്താണ് വാല്യൂ, സീറോ ആണ് ഇപ്പം മേലോട്ട് എത്തിയത്. അപ്പോൾ പുതിയ എന്താണ്, സീറോ ആണ് ഇവിടെ വരുന്നത്. ജെയുടെ വാല്യൂ എന്താണ്, 1 ആണ്. ക്ലോക്ക് എന്താണ്, 1 ആണ്. അപ്പോൾ എന്തായി, ഒന്നാമത്തെ നാൻഡ് ഗേറ്റ് നോക്കുകയാണെങ്കിൽ ഇൻപുട്ടുകൾ എന്താണ്, 0യും 1ഉം 1ഉം ആണ്. അപ്പോൾ 0.1.1 ഹോൾ ബാർ, അതാണ് ആക്ച്വലി നാൻഡ് ഗേറ്റ്. 0.1.1 എന്താണ്, 0 ആണ്. അതിൻ്റെ ഹോൾ ബാർ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി, 1 കിട്ടി. രണ്ടാമത്തെ നാൻഡ് ഗേറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബ്ലൂയിലുള്ള ഇൻപുട്ടുകളാണ് 1 1 1. 1.1.1 എന്താണ്, 1 ആണ്. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 0 വരും. മനസ്സിലായോ? അപ്പോൾ നേരത്തെ ഇൻപുട്ട് ഈ ഒരു ലാച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ ഇൻപുട്ട് ഏതൊക്കെയായിരുന്നു, പിങ്കിലുള്ളത് 0 1 ആയിരുന്നു. അപ്പോൾ 1 0 കിട്ടി. ഇപ്പം എന്തായി, അത് 1 0 ആയി ഇൻപുട്ട്. 1 0 ആണ് ഇൻപുട്ട് എങ്കിൽ പഴയ ലാച്ചിലേക്ക് പോയി നോക്കാം, കാരണം ആ ലാച്ചാണ് അകത്തുള്ളത്. ഉദ്ദേശിക്കുന്നത് ഇതാണ്. 1 0 ആണ് ഇൻപുട്ട് എങ്കിൽ 1 0 എടുത്ത ഔട്ട്പുട്ട് എന്താണ്, 0 1 ആണ്. ഔട്ട്പുട്ട് 0 1 ആണ്. ഔട്ട്പുട്ട് എന്താ വരിക, 0യും 1ഉം. അത് നമുക്കൊരു വേറെ കളർ വെച്ച് മാറ്റി. അപ്പോൾ പുതുതായി കിട്ടുന്ന ഔട്ട്പുട്ട് 0യും 1ഉം ആണ്. ആ ഔട്ട്പുട്ടാണ് ഇപ്പോൾ ഇവിടെ കിട്ടുക, 0യും 1ഉം. അപ്പോൾ മനസ്സിലായോ എനിക്ക്, കാര്യം പിടി കിട്ടിയോ? അതായത് ഔട്ട്പുട്ടിൻ്റെ വാല്യൂ കണ്ടോ, ആദ്യ ഔട്ട്പുട്ട് 0 1 ആയിരുന്നു, പിന്നെ 1 0, വീണ്ടും 0 1. ഇനി അടുത്ത എന്തായിരിക്കും, അടുത്ത ക്ലോക്ക് കൊടുക്കുമ്പോൾ എന്താവും, അത് വീണ്ടും ഡിഫറെൻറ്റ് കളർ വെച്ച് വരയ്ക്കാം. അടുത്തത് 1ഉം 0 ആയിരിക്കും. ഇപ്പോൾ ഔട്ട്പുട്ട് നോക്കൂ, 0 1 0 1, ക്യൂ ബാറോ 1 0 1 0. ഏത് കേസിലാണ് അത് വന്നിരിക്കുന്നത്, ജെയുടെയും കെയുടെയും വാല്യൂ 1 ആവുമ്പോൾ. അപ്പോൾ ഈ കേസിൽ എന്താണ്, ക്യൂ ഈക്വൽ ടു 1 ക്യൂ ബാർ ഈക്വൽ ടു 0 കൊടുത്തപ്പോൾ എന്താ കിട്ടിയത്, ക്യൂ എൻ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 ക്യൂ എൻ പ്ലസ് 1 ബാർ, അതായത് പുതിയ ഇൻപുട്ടിൻ്റെ ബാർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 1ൽ നിന്ന് 0യിലേക്ക് മാറി, 0യിൽ നിന്ന് 1ലേക്ക് മാറി. മനസ്സിലായോ? ഇതിനെ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞാൽ ടോഗിൾ എന്നാണ്. ടോഗിൾ, അതായത് ക്യൂ ഒരു ക്ലോക്ക് കൊടുക്കുമ്പോൾ ക്യൂയുടെ വാല്യൂ 0 ആയിരിക്കും, അടുത്ത ക്ലോക്കിൽ 1 ആയി മാറും, അടുത്ത ക്ലോക്കിൽ 0 ആയി മാറും, അടുത്ത ക്ലോക്കിൽ 1 ആവും, 0 ആവും, 1 ആവും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതേ പറഞ്ഞ പോലെ ക്യൂ ബാർ എന്താവും, 1 0 1 0 1 0 എന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ടോഗിൾ. ടോഗിൾ, TOGGL, അല്ലെങ്കിൽ ടോഗിളിംഗ് എന്ന് വിളിക്കും, TOGGLING. മനസ്സിലായോ? ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഈ എല്ലാ കേസുകളും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. അപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. ട്രൂത്ത് ടേബിൾ എന്തൊക്കെയാണ് ഉണ്ടാവുക, ക്ലോക്ക് ഉണ്ടാവും, അതേപോലെ ഇൻപുട്ടും ഉണ്ടാവും. ഇൻപുട്ടുകൾ ജെയും കെയും ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് QN+1 എങ്ങനെ മാറുന്നതാണ് നോക്കുന്നത്. ക്ലോക്കിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ജെയുടെയും കെയുടെയും വാല്യൂ എന്തോ ആയിക്കോട്ടെ, ഔട്ട്പുട്ട് എന്തായിരിക്കും, മെമ്മറി തന്നെയായിരിക്കും അല്ലേ. അതായത് പുതിയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പഴയ ഔട്ട്പുട്ട്. നമ്മൾ പറഞ്ഞു ക്ലോക്കിൻ്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ മെമ്മറി ആയിരിക്കും, QN+1 ഈസ് ഈക്വൽ ടു QN. അപ്പം ക്ലോക്ക് 0 ആണെങ്കിൽ ജെയുടെയും കെയുടെയും വാല്യൂ ഡോൺ കെയർ ആണ്, എന്തോ ആയിക്കോട്ടെ QN ആയിട്ട്. ഇനി ക്ലോക്കിൻ്റെ വാല്യൂ 1 ആവുകയാണെങ്കിൽ ജെയുടെയും കെയുടെയും വാല്യൂ 0 0 0 1 1 0 1 1, അങ്ങനെ 4 കോമ്പിനേഷൻ ഉണ്ട് അല്ലേ. ക്ലോക്ക് 1 ആവുമ്പോൾ 0 0 വരാം, 0 1 വരാം, 1 0 വരാം, 1 1 വരാം. ജെയുടെയും കെയുടെ വാല്യൂ 0 0 വരുവാണെങ്കിലോ അതും മെമ്മറിയാണ്, QN+1 ഈസ് ഈക്വൽ ടു QN ആയിരിക്കും. ഇനി ക്ലോക്ക് ഉള്ളപ്പോൾ ജെയുടെ വാല്യൂ 0യും കെയുടെ വാല്യൂ 1 വരികയാണെങ്കിൽ എന്തായിരിക്കും, അത് റീസെറ്റ് ആണ്, അതായത് ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 0. ജെയിലുള്ളതിൻ്റെ ആയിരിക്കും കെയിൽ വരിക. ഇനി ക്ലോക്ക് ഉള്ള സമയത്ത് ജെയുടെയും കെയുടെയും വാല്യൂ 1 0 വരുവാണെങ്കിൽ ഔട്ട്പുട്ട് സെറ്റ് ആവും, ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇത് നമ്മൾ ഇവിടെ നിന്നുള്ള സാധനം എടുത്തിട്ടോ പറയുന്നത്. ഇത്രയും കാര്യം വരെ SRന് കോമൺ ആണ്, കോമൺ ടു SR ആണ്. അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ പണ്ട് പറഞ്ഞാണ്, അതുകൊണ്ടാണ് പറയാത്തത്. പുതുതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞാൽ
ജെയുടെയും കെയുടെയും വാല്യൂ 1ഉം 1ഉം ക്ലോക്കുണ്ട്. അപ്പം നമ്മൾ കണ്ടുപിടിച്ച സാധനമാണ് എന്ത്? ടോഗിൾ. ഇതൊരു ഒരു ഭയങ്കരമായ സംഭവമാണ് ടോഗിളിംഗ് എന്ന് പറഞ്ഞാൽ. അത് ക്ലോക്ക് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ ഇങ്ങനെ 0യിലെയും 1ലും മാറി മാറി വരിക. അതാണ് ഈ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ വരയ്ക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ എന്തൊക്കെ ഉണ്ടാവുക? ഞാൻ പറഞ്ഞു, സീക്വൻഷ്യൽ സർക്യൂട്ടാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതിൻ്റെ ഔട്ട്പുട്ട് അതിൻ്റെ പഴയ ഔട്ട്പുട്ടിനെയും പുതിയ ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ എഴുതുക. പഴയ ഔട്ട്പുട്ടായ QN, പുതിയ ഇൻപുട്ടുകളായ J, K ഇവ മാറുമ്പോൾ പുതിയ ഔട്ട്പുട്ട് എങ്ങനെ മാറുന്നു എന്നാണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ടേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ QN, J, K, QN+1. അപ്പോൾ നമുക്കറിയാം ഇവിടെ 3 സാധനമാണുള്ളത്. 3 ഉള്ളപ്പോൾ എത്ര കോമ്പിനേഷൻ ഉണ്ടാവും? 2⁻³ എന്ന് പറഞ്ഞാൽ 8 കോമ്പിനേഷൻ ഉണ്ടാവും. അതായത് നമുക്ക് എഴുതാം 0 0 0 0 1 1 1 1. ജെയുടെ വാല്യൂ എന്തായിരിക്കും? 0 0 0 1 1 0 1 1. അതേപോലെ 0 0 0 1 1 0 1 1. QN+1ൻ്റെ വാല്യൂ എങ്ങനെയാണ്? ജെയുടെയും കെയുടെയും വാല്യൂ 0 0 ആണെങ്കിൽ മെമ്മറി ആയിരിക്കും. അപ്പോൾ QN+1 QN തന്നെ ആയിരിക്കും. QNൻ്റെ വാല്യൂ 0 ആണ്, അത് തന്നെയായിരിക്കും QN+1. ജെയുടെയും കെയുടെയും വാല്യൂ 0ഉം 1ഉം. ഇവിടെ ഇപ്പോൾ ആക്ച്വലി ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ QNൻ്റെ വാല്യൂ എന്താണോ നോക്കുക, അതും QN+1 തമ്മിൽ ബന്ധമുണ്ടോ നോക്കുക. അതാണ് വേണ്ടത്. ജെയുടെയും ഇതെല്ലാം നല്ല ക്ലോക്കുള്ള കേസ് കേട്ടോ. ഇതിൽ പറയാം, ജെയും കെയും 0 1 ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? J 0ഉം K 1ഉം ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. J 1ഉം K 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ജെയുടെയും കെയുടെയും വാല്യൂ 1 1 ആവുകയാണ് എന്താണ്? ടോഗിളാണ് വരിക. ടോഗിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? QN ബാറായി മാറും. അതുകൂടെ ഇവിടെ നമ്മൾ എഴുതിയിട്ടില്ല. ടോഗിളിംഗിൽ എന്താ സംഭവിക്കുക? പഴയ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ പുതിയ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആവും അല്ലേ? പഴയ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ പുതിയ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ ടോഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. അപ്പോൾ ടോഗിളിൽ നടക്കുന്ന സംഭവം എന്താണ്? ടോഗിളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പുതിയ ഔട്ട്പുട്ട് QN+1 = QN ബാർ ആയിരിക്കും. അങ്ങനെ എഴുതിക്കൂടെ? QN+1 എന്ന് പറഞ്ഞാൽ ഇതാണ് QN. 1 എന്ന് പറഞ്ഞാൽ 0ൻ്റെ ബാർ അല്ലേ, കോംപ്ലിമെൻ്റ് അല്ലേ. അതേപോലെ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1ൻ്റെ കോംപ്ലിമെൻ്റാണ്. അതായത് പുതിയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പഴയ ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ടോഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ടോഗിൾ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും സംഭവം. ടോഗിൾ എന്ന് പറഞ്ഞാൽ 0 1 1 0. അതായത് QN+1 എന്ന് പറഞ്ഞാൽ QN ബാർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ട് QN+1 = QN ബാർ എന്ന് എഴുതാം. QN ബാർ. അതിൻ്റെ ബ്രാക്കറ്റിൽ ടോഗിൾ എന്ന് എഴുതാം. പുതിയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പഴയ ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. 0 ആണെങ്കിൽ 1 ആയി മാറും, 1 ആണെങ്കിൽ 0 ആയിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ ടോഗിൾ നടക്കുമ്പോൾ എന്താ ചെയ്യുക? പഴയ ഔട്ട്പുട്ട് 0 ആകുമ്പോൾ പുതിയ ഔട്ട്പുട്ട് എന്തായിരിക്കും? അതിൻ്റെ കോംപ്ലിമെൻ്റ്, അതായത് 1. ഇനി വീണ്ടും 0 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ജെയും കെയും 0 0 ആണ്, മെമ്മറിയാണ്. പഴയ ഔട്ട്പുട്ട് എന്താണോ അത് തന്നെയായിരിക്കും പുതിയ ഔട്ട്പുട്ട്. അപ്പോൾ പഴയ ഔട്ട്പുട്ട് 1 ആണ്, അത് തന്നെ നമ്മളിവിടെ എഴുതി. 0 1 ജെയിൽ 0യും കെയിൽ 1ഉം ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ജെയിൽ 1ഉം കെയിൽ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇറസ്പെക്റ്റീവ് ഓഫ് പ്രീവിയസ് ഔട്ട്പുട്ട്. പഴയ ഔട്ട്പുട്ടിനെ യാതൊരു രീതിയിലും ബാധിക്കാതെ മാറും. അതാണ് 0 1ഉം 1 0യും വരുമ്പോൾ. ഓക്കെ, അത് ശ്രദ്ധിക്കണം കേട്ടോ. 0 0 ആണ് ഇൻപുട്ടെങ്കിൽ പുതിയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പഴയ ഔട്ട്പുട്ട് ആയിരിക്കും. 1 1 ആണ് ഇൻപുട്ടെങ്കിൽ പുതിയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പഴയ ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഇനി 0 1 ആണെങ്കിലോ ഔട്ട്പുട്ട് എന്തോ ആയിക്കോട്ടെ, 0 1 വന്നാൽ പുതിയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. 1 0 വരികയാണെങ്കിൽ പുതിയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1 0 വന്നുകൊണ്ട് പുതിയ ഔട്ട്പുട്ട് 1 ആയിരിക്കും. പഴയ ഔട്ട്പുട്ട് നോക്കേ വേണ്ട. 1 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ടോഗിളിംഗ് ആണ്. അപ്പോൾ പഴയ ഔട്ട്പുട്ട് QN ആണ്. QN+1 എന്തായിരിക്കും? QN ബാർ ആയിരിക്കും. 1 ബാർ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ. ഇനി എക്സൈറ്റേഷൻ ടേബിൾ. ഇതാണ് എക്സൈറ്റേഷൻ ടേബിൾ. എക്സൈറ്റേഷൻ ടേബിൾ നമ്മൾ എവിടെ നിന്ന് വരയ്ക്കുക? എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ടേബിളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന സാധനമാണ്. ഇവിടെ എന്താണ് നോക്കുക? നമ്മൾ QNഉം QN+1ഉം വച്ചിട്ട് അതിൽ നിന്ന്
ജെയിനെയും കെയിനെയും കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നോക്കുക. ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സർക്യൂട്ട് ഉണ്ടാക്കാം. ഓർമ്മയില്ലേ പഴയ കെ മാപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കും. വലിയ കോംപ്ലിക്കേറ്റഡ് സാധനത്തിനൊക്കെ കെ മാപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, എ ബാർ ബി പ്ലസ് എ ബി ബാർ പ്ലസ് സി എന്നൊക്കെ പറഞ്ഞാൽ നിർത്തൂലേ. അതാണ് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് നേരിട്ട് സർക്യൂട്ട് കിട്ടും. അതാണ് എക്സൈറ്റേഷൻ ടേബിളിൻ്റെ ഗുണം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെ കിട്ടുകയാണ്. അപ്പോൾ ക്യു എന്നും ക്യു എൻ പ്ലസ് വണ്ണും വരുമ്പോൾ ജെയും കെയും എങ്ങനെ വരും എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ക്യു എന്നും ക്യു എൻ പ്ലസ് വണ്ണും ആണ് നമ്മൾ കോമ്പിനേഷൻ എഴുതുക. 0 0 0 1 1 0 1 1. അപ്പോൾ ക്യു എന്നും ക്യു എൻ പ്ലസ് വണ്ണും 0 0 ഉള്ള കേസുകളാണ് നമ്മൾ ഇതിൽ തപ്പി കണ്ടുപിടിക്കേണ്ടത്. അതേതൊക്കെയാണ് നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം. ക്യു എൻ 0യും ക്യു എൻ പ്ലസ് 1 0യും ആണ് ഇവിടെ അല്ലേ. അതേപോലെ തന്നെ ക്യു എൻ 0യും ക്യു എൻ പ്ലസ് 1ഉം 0 ആണ് ഇവിടെ അടുത്ത് തന്നെ ഭാഗത്തിന് കിട്ടിയിട്ടുണ്ട്. ക്യു എൻ ആണ് ഇവിടെ 0 ആണ്, ഇവിടെ ക്യു എൻ പ്ലസ് 1ഉം 0 ആണ്. അങ്ങനെ ആയതുകൊണ്ട് അവിടെ ജെയിൻ്റെയും കെയിൻ്റെയും വാല്യൂ എന്താണെന്ന് നോക്കണ്ടേ. ജെയുടെ വാല്യൂ നോക്കി, ജെയുടെ വാല്യൂ 0 തന്നെയാണ്. അപ്പോൾ ജെയുടെ വാല്യൂ 0 എന്ന് മാറും. കെയുടെ വാല്യൂയോ 0യിലും 1ഉം ഉണ്ട്. 0 വാല്യൂ വരുമ്പോഴും കുഴപ്പമില്ല, 1 വാല്യൂ വരുമ്പോഴും കുഴപ്പമില്ല. അപ്പോൾ കെ എന്താണ്, ഡോൺ കെയർ ആണ്. കെ എന്തോ ആട്ടെ, ജെയുടെ വാല്യൂ 0 ആണോ, കെയുടെ വാല്യൂ ഡോൺ കെയർ ആണ്. രണ്ടാമത്തെ കേസ് ക്യു എൻ്റെ വാല്യൂ 0യും ക്യു എൻ പ്ലസ് 1ൻ്റെ വാല്യൂ 1ഉം. അതിവിടെ നോക്കുക. ക്യു എൻ്റെ വാല്യൂ 0യും ക്യു എൻ പ്ലസ് 1ൻ്റെ വാല്യൂ 1, അതും ഭാഗ്യത്തിന് അടുത്താണ്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, വേറെ എവിടെ ഉണ്ടാവില്ല. കാരണം ഇവിടെ 8 എണ്ണോ ഇവിടെ 4 എണ്ണോ ഉണ്ട്. 1ന് 2 കോമ്പിനേഷൻ ഉണ്ടാവും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി. അത് ഒന്നാമത്തെ ഇവിടെയുണ്ട്, രണ്ടാമത്തെ ഇവിടെയുണ്ട്. ആ ഒരു സമയത്ത് ജെയുടെ വാല്യൂ എന്താ, ആ രണ്ട് കേസിലും ജെയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ജെക്ക് നമുക്ക് 1 എന്ന് കൊടുക്കാം. കെയുടെ വാല്യൂയോ 0യും 1ഉം. അതുകൊണ്ട് കെ എന്താണ്, ഡോൺ കെയർ ആണ്. ഇനി 1 0 ആണ്. ക്യു എൻ 1ഉം ക്യു എൻ പ്ലസ് 1 0. ക്യു എൻ 1ഉം ക്യു എൻ പ്ലസ് 1 0യും നമുക്ക് ഡിഫറൻറ്റ് കളർ ഉപയോഗിക്കാം. ക്യു എൻ 0 അല്ലേ, സോറി ക്യു എൻ 1, ക്യു എൻ 1 ആണ്, ക്യു എൻ പ്ലസ് 1 0 ഒന്ന് കിട്ടി. ക്യു എൻ 1ഉം ക്യു എൻ പ്ലസ് 1 0 ഇവിടെ കിട്ടി. അതേപോലെ ക്യു എൻ 1ഉം ക്യു എൻ പ്ലസ് 1 0 ഇവിടെയും കിട്ടി. ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്, ജെയുടെ വാല്യൂ 0യും 1ഉം ആണ്. അപ്പോൾ ജെ എന്തായിരിക്കും, ഡോണ്ട് കെയർ ആയിരിക്കും. ഇവിടെ എന്താണ്, കെയുടെ വാല്യൂ 1ഉം 1ഉം ആണ്. അപ്പോൾ കെയുടെ വാല്യൂ 1 എന്ന് എഴുതാം. ഓക്കെ. ഇനി അടുത്ത വേറെ ഡിഫറൻറ്റ് കളർ നോക്കാം നമുക്ക്. അടുത്തെന്ന് പറഞ്ഞാൽ ക്യു എൻ്റെ വാല്യൂ 1ഉം ക്യു എൻ പ്ലസ് 1ൻ്റെ വാല്യൂ എഴുതാം. നമുക്ക് അത് മാർക്ക് ചെയ്യാത്ത ഇത് രണ്ടായിരിക്കും ഈസിയായി കണ്ടുപിടിക്കാം. ഇത് രണ്ടുമാണ്. ഇവിടുത്തെ ജെയുടെ വാല്യൂ എന്താണ്, 0യും 1ഉം ആണ്. അപ്പം ജെ എന്താണ്, ജെ ഡോൺ കെയർ ആണ്. കെയുടെ വാല്യൂ എന്താണ്, 0യും 0. അപ്പോൾ കെ 0. ഓക്കെ. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടി. എക്സൈറ്റേഷൻ ടേബിൾ കണ്ടുപിടിച്ചാലേ നമുക്ക് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് മനസ്സിലാക്കാം. അപ്പം ഇങ്ങനെ കിട്ടി, ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ജെ എന്തായിരിക്കണം, കെ എന്തായിരിക്കണം എന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, കാർനോഫ് മാപ്പ് വെക്കാം. ഫോർ ജെ ജെക്ക് വേണ്ടി എങ്ങനെ വരിക, കാർനോഫ് മാപ്പ് എങ്ങനെ ഉണ്ടാകുക. ജെക്കുള്ള ഇൻപുട്ട് ഏതൊക്കെയാണ്, ജെ ആണ് നമ്മൾ നോക്കുന്നത്. ജെനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ക്യു എന്നും ക്യു എൻ പ്ലസ് 1ഉം. അവിടെ 0 വരും, 1 വരും, 0 വരും, 1 വരും. അപ്പോൾ ജെ നോക്കുമ്പോൾ 0 0ൽ ഒരു 0 ഉണ്ടാവും, 0 1ൽ 1 ഉണ്ട് അല്ലേ. 0 0ൽ ജെ എന്താണ്, 0 ആണ്. 0 1ൽ ജെ എന്താണ്, 1 ആണ്. 1 0 1 0 എന്നാൽ ഇതാണ് 1 0. 1 0ൽ ജെ എന്താണ്, എക്സ് ആണ്, ഡോൺ കെയർ ആണ്. 1 1ലോ ജെ എന്താണ്, ജെ എക്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഗ്രൂപ്പിംഗ് നടത്തിക്കൂടെ. എങ്ങനെയാണ് ഗ്രൂപ്പിംഗ് നടത്തുക, എക്സ് നമുക്ക് ഗ്രൂപ്പിങ്ങിൽ ആഡ് ചെയ്യാം അല്ലേ. അത് നമ്മൾ പഠിച്ചല്ലേ, ഡോൺ കെയർ നമുക്ക് ഗ്രൂപ്പിങ്ങിൽ ആഡ് ചെയ്യാം. അപ്പം 1ഉം എക്സും ചേർത്തിട്ട് 2 എണ്ണമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ക്യു എൻ്റെ വാല്യൂ 0യും 1ഉം വേണ്ട, ക്യു എൻ വരില്ല, ക്യു എൻ പ്ലസ് 1 വരും. ക്യു എൻ പ്ലസ് 1 വരും. അത് 1ലായതുകൊണ്ട് ബാർ ഒന്നും വരില്ല. അപ്പോൾ ഇതിൽ എന്ത് കിട്ടും, ജെ ഇസ് ഈക്വൽ ടു ക്യു എൻ പ്ലസ് 1. ജെ ഇസ് ഈക്വൽ ടു ക്യു എൻ പ്ലസ് 1. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, കെക്കും ഉണ്ടാക്കാം. ഫോർ കെ ഇവിടെ എന്താ വരിക, ക്യു എൻ, അതുപോലെ ക്യു എൻ പ്ലസ് 1. 0 1 0 1. കെയുടെ വാല്യൂ നോക്കൂ, 0 0ൽ ക്യു എൻ്റെയും ക്യു എൻ പ്ലസ് എൻ്റെ വാല്യൂ 0 0ൽ കെ എന്താണ്, എക്സ് ആണ്.
അതേപോലെ 0 1ൽ കെയുടെ വാല്യൂ എക്സ് ആണ്. 1 0ൽ കെയുടെ വാല്യൂ 1 ആണ്. 1 1ൽ കെയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് ഈ 1നെ എക്സിനെ വെച്ചിട്ട് നമുക്കൊരു ഗ്രൂപ്പിംഗ് നടത്താം. അങ്ങനത്തെ ഗ്രൂപ്പിംഗ് നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നിന്ന് ക്യു എൻ വാല്യൂ 0യും 1ഉം ഉണ്ട്. ക്യു എൻ ഉണ്ടാവില്ല. ക്യു എൻ ബാർ ഇവിടെ ക്യു എൻ്റെ ഇതിൽ 0 വരുന്നുള്ളൂ. അപ്പോൾ ക്യു എൻ ബാറാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കെ ഈക്വൽ ടു ക്യു എൻ ബാർ ക്യു എൻ പ്ലസ് 1 ബാർ. കെ ഇസ് ഈക്വൽ ടു ക്യു എൻ പ്ലസ് 1 ബാർ എന്ന് കിട്ടും. ഇത് ആക്ച്വലി റിവേഴ്സലായി പോകുന്ന കേട്ടോ. ഇത് ഞാൻ ഇപ്പം പഠിപ്പിക്കുക വെച്ചാൽ കൗണ്ടർ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇതേ സാധനം പഠിപ്പിക്കും. അപ്പോൾ എനിക്ക് അവിടെ തിയറി എടുത്തു തരേണ്ട കാര്യമില്ല. അതാണ് ഈ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോണത്. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സൈറ്റേഷൻ ടേബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ ഉണ്ടല്ലോ, അതിനകത്ത് നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ക്യു എൻ പ്ലസ് 1 കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ജെയും കെയും ആണ് കെ മാപ്പ് വെച്ച് കണ്ടു. ഇത് SR ഗേറ്റിലും ലാച്ചിലും പറ്റുമായിരുന്നു. ഞാൻ അപ്പോൾ പഠിപ്പിക്കാന്ന് വെച്ചാൽ ആദ്യത്തെ ക്ലാസ് പഠിപ്പിച്ചിട്ട് അന്ന് അതും കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്താവും. അപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യു എൻ പ്ലസ് 1 ആണ്. അപ്പോൾ ഇതെന്താ മനസ്സിലായത്? ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു പ്രസൻറ്റ് ഔട്ട്പുട്ടാണ്. പ്രസൻറ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രസൻറ്റ് ഇൻപുട്ട് ആൻഡ് പാസ്റ്റ് ഔട്ട്പുട്ട്. അപ്പോൾ പ്രസൻറ്റ് ഔട്ട്പുട്ട് എങ്ങനെ പാസ്റ്റ് ഔട്ട്പുട്ടിനെയും പ്രസൻറ്റ് ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ക്യു എൻ പ്ലസ് 1 ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടാക്കിയാൽ പോരെ. ക്യു എൻ പ്ലസ് 1 ഈക്വൽ ടു കണ്ടുപിടിക്കണമെങ്കിൽ ക്യു എൻ പ്ലസ് 1ൻ്റെ കെ മാപ്പ് വരച്ചാൽ പോരെ. ക്യു എൻ പ്ലസ് 1നെ ബാധിക്കുന്ന ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? 3 ഇൻപുട്ടാണ്. 3 ഇൻപുട്ടിനായതുകൊണ്ട് 2⁻3 8 സെല്ലുള്ള കെ മാപ്പാണ് കിട്ടുക. അപ്പോൾ 8 സെല്ലുള്ള കെ മാപ്പ് വരച്ചാൽ പോരെ. 8 സെല്ലുള്ള കെ മാപ്പ് എങ്ങനെ വരയ്ക്കുക? ഇങ്ങനെ. അപ്പോൾ ഇവിടെയുള്ള ഇൻപുട്ട് ഏതൊക്കെയായിരിക്കും? ഇവിടെ ക്യു എൻ, ഇവിടെ ക്യു എൻ, ഇവിടെ ജെയും കെയും ഉണ്ടാവും. അപ്പം ജെയുടെയും കെയുടെയും വാല്യൂ 0 0 0 1 1 1 1 0. നമ്മുടെ കെ മാപ്പിൽ അങ്ങനെയാണ് ചെയ്യുക. അത് ഓർമ്മയുണ്ടല്ലോ. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ക്ലോഷറും കൂടെ വരച്ചില്ലെങ്കിൽ വിചാരിക്കും ഇത് അതിൻ്റെ ഭാഗമാണ്. ഇത്രയേ ഉള്ളൂ എക്സൈറ്റേഷൻ ടേബിൾ കേട്ടോ. ഇത്രയേ ഉള്ളൂ എക്സൈറ്റേഷൻ ടേബിൾ. താഴെ വരച്ചിരിക്കുന്നത് കെ മാപ്പിൻ്റെ പോർഷനാണ്. രണ്ടും കൂടെ തെറ്റിദ്ധരിക്കരുത്. അതേപോലെ ക്യു എൻ്റെ വാല്യൂ 0യും 1ഉം. ഇവിടെ നോക്കിക്കോ, ക്യു എൻ പ്ലസ് 1ൻ്റെ വാല്യൂ ക്യു എൻ്റെ വാല്യൂ 0യും ജെയും കെയും 0. അതായത് 0 0 0ൽ ക്യു എൻ്റെ വാല്യൂ എന്താണ്? ക്യു എൻ്റെ വാല്യൂ 0 ആണ്. ഞാൻ ഈ ക്യു എൻ പ്ലസ് 1ൻ്റെ വാല്യൂ ഒന്ന് എടുത്ത് തരുന്നത് കേട്ടോ. കാരണം ഇതാണല്ലോ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 3 ഇൻപുട്ടാണ്. 3 ഇൻപുട്ടിലാണ് 2⁻3 8 സെൽസ് വന്നത്. 8 സെൽസ് വന്നതുകൊണ്ടാണ് കെ മാപ്പിൽ. അപ്പോൾ അതായത് ക്യു എൻ പ്ലസ് 1 ഈക്വൽ ടു നമ്മൾ സാധനം കിട്ടും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 0 കിട്ടി. അടുത്തത് 0 0 1 0 0 1ലും എന്താണ്? 0 ആണ്. ഇനി 0 1 1 എവിടെ? 0 1 1 ഇത് പറഞ്ഞാൽ 0 1 1 0 1 1 0 1 1ൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഇനി 0 1 0 ഇത് പറഞ്ഞാൽ 0 1 0 ആണ്. 0 1 0 0 1 0ൽ എന്തായിരിക്കും? 0 1 0 ഔട്ട്പുട്ട് എന്താണ്? 1 ആണ്. അപ്പോൾ ആ കോളത്തിൽ 1 എന്ന് എഴുതി. ഇനി ഇതെന്താണ്? ഇത് 1ഉം 0 0. അപ്പോൾ 1 0 0 നോക്കാം. 1 0 0 1 0 0ൻ്റെ ഔട്ട് എന്താണ്? 1 ആണ്. ഇനി 1 0 1 1 0 1 1 0ൽ ഒരു മിനിറ്റ്. ഇവിടം വരെ വരച്ചത് കുറേ സാധനം മിസ്സായിപ്പോയി കേട്ടോ. ഓട്ടോമാറ്റിക്കലി എന്തൊക്കെ പ്രശ്നം വന്നിട്ടേ സാധനം ക്രാഷായിപ്പോയി. നമ്മൾ വരച്ച കെ മാപ്പ് ഒന്നുമില്ല. ഭാഗ്യത്തിന് ഇത്രയെങ്കിലും കിട്ടി. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നാണ് കെ മാപ്പ് കണ്ടുപിടിച്ചത്.
ക്യാമാപ്പിൻ്റെ കാര്യങ്ങളായിരുന്നു. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞ്. അപ്പം ഞാൻ ക്യാമാപ്പിന് ഇത്രയും പറഞ്ഞ് വീണ്ടും പറയുന്നില്ല, നേരിട്ട് ക്യാമാപ്പ് അങ്ങ് വരയ്ക്കാം. ഇത് ക്യാരക്ടറിസ്റ്റിക്സ് ടേബിളാണ്. ഓക്കെ, അപ്പോൾ ക്യാമാപ്പാണ് വരയ്ക്കേണ്ടത്. 8 ഇൻപുട്ട് അല്ല സാധനങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മൾ. അതായത് QN+1 ആണ് നമ്മൾ ഔട്ട്പുട്ട്. QN+1 എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? QNനെയും ജെയിനെയും കെനെയും ഡിപ്പെൻഡ് ചെയ്യും. അത് വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമാപ്പ് വരയ്ക്കുന്നത്. അപ്പോൾ ക്യാമാപ്പ് നമുക്ക് വരയ്ക്കാം. 8 ഇൻപുട്ടാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് ജെ ആണ്. സോ ഒന്ന് ഇവിടെ QN അങ്ങ് വരയ്ക്കാം. ജെയിനെയും കെനെയും ഇവിടെ വരയ്ക്കാം. 0 0 0 1 1 1 1 0. ഇവിടെ 0യും 1ഉം ആണ് വരിക. അങ്ങനെ ആകുമ്പോൾ 0 0 1 1 1 0 0 1. അതിൽ നോക്കിയാൽ നമുക്ക് അറിയാം. ക്യാമാപ്പ് നമ്മൾ പഠിച്ചാണ്, വെള്ളം പോലെ പഠിച്ചതാണ്. പിന്നെ ഇപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഈ സാധനം കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? ശരി. ഇതിലിപ്പം അങ്ങനെ വരികയാണ്. നമുക്കിതിനെ ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പിംഗ് എങ്ങനെ ചെയ്യാം? നമ്മൾ ഏറ്റവും മാക്സിമം വലിയ സാധനം കിട്ടുന്ന രീതിയിൽ ഇവിടെ നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ ഒരു ഗ്രൂപ്പിംഗ് നടത്താം. ഈ 1 1 അടുത്ത് ഇപ്പോൾ 4 8 ഒന്നുമില്ല, 2 അടുപ്പിച്ചുള്ളതേ ഉള്ളൂ. ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 1നെ ഇങ്ങോട്ട് എടുത്ത് ഇതിനെയും പുറത്തോട്ട് എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്യാം അല്ലേ? ഇതിനെങ്ങോട്ടും ഗ്രൂപ്പ് ചെയ്യാം. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഗ്രൂപ്പാണ് ഉള്ളത് അല്ലേ? 2 ഗ്രൂപ്പേ ഉള്ളൂ. അപ്പോൾ നമുക്ക് QN+1 എഴുതിക്കൂടെ? QN+1 ഈക്വൽ ടു ഈ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ജെയുടെ വാല്യൂ 1 ആണ്, ജെയുടെ വാല്യൂ 1 ആണ്. ഓക്കെ, കെയുടെ വാല്യൂ 1ഉം കെയുടെ വാല്യൂ 0. അപ്പോൾ കെ ഉണ്ടാവില്ല. അപ്പോൾ ജെ എന്നുള്ള ടേം ഉണ്ടാവും. ഇവിടെ എന്താണ്? QN ഉണ്ട്. പക്ഷേ QNൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് അത് QN ബാർ ആയിരിക്കും. QN ബാർ ഇൻറ്റു ജെ പ്ലസ് QN ബാർ ഇൻറ്റു ജെ പ്ലസ് അടുത്ത എങ്ങനെയാണ്? ഇതും ഇതുമാണ് നോക്കേണ്ടത് അല്ലേ? ഇവിടെ ജെയുടെ വാല്യൂ 0, ജെയുടെ വാല്യൂ 1. അപ്പം ജെ ഉണ്ടാവില്ല. കെയുടെ വാല്യൂ 0, കെയുടെ വാല്യൂ 0. അപ്പോൾ കെ ഉണ്ടാവും, കെ ബാർ ആയിട്ടുണ്ടാവും. ഇവിടെ QNൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ QN ആയിട്ടുണ്ടാവും. QN ഇൻറ്റു കെ ബാർ. ഇതാണ് ആക്ച്വലി ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ. JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷനാണ് നമ്മൾ കണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് QN+1 ഈസ് ഈക്വൽ ടു, ഇവിടെ കണ്ടോ? നമുക്ക് അടുത്തേക്ക് എഴുതാം. QN+1 ഈസ് ഈക്വൽ ടു ജെ ബാർ ഇൻറ്റു QN പ്ലസ്, ഒന്ന് നോക്കിയില്ലേ, ജെ ബാർ അല്ല, അതാണ് ജെ ഇൻറ്റു QN ബാർ പ്ലസ് കെ ബാർ ഇൻറ്റു QN. ഇതാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ. ഔട്ട്പുട്ട് ഇക്വേഷൻ ഓഫ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇങ്ങോട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കഥ പോലല്ലേ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളൂ. പ്രസൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഔട്ട്പുട്ടിനെയും പ്രസൻറ്റ് ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ഇപ്പം നിങ്ങൾക്ക് കണ്ണോലെ കാണാൻ പറ്റുന്നില്ലേ? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസൻറ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ പാസ്റ്റ് ഔട്ട്പുട്ടായ QN, അതുപോലെ പ്രസൻറ്റ് ഇൻപുട്ടായ ജെ, അതുപോലെ പ്രസൻറ്റ് ഇൻപുട്ടായ കെ. ഇപ്പം മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇതിനെ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. സീക്വൻഷ്യൽ സർക്യൂട്ടിൽ പ്രസൻറ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പാസ്റ്റ് ഔട്ട്പുട്ട് ആൻഡ് പ്രസൻറ്റ് ഇൻപുട്ട്. അപ്പോൾ അത് കാണാൻ പറ്റിയല്ലോ. അപ്പോൾ ഇതാണ് ആക്ച്വലി JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമ്മൾ വളരെ വലിയൊരു സംഭവമാണ് തീർത്തത്. ഓക്കെ, അപ്പം ഇതൊരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഈ ചെയ്തതൊക്കെ പോയി എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യും.
ശരി, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഒരു ചെറിയ ഫ്ലിപ്പ് ഫ്ലോപ്പ് കൂടെ പഠിക്കാം. അതോടുകൂടി കഴിഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എല്ലാ കലാപരിപാടികളും നമ്മളിതോടെ തീർക്കുകയാണ്. ഇതൊന്നും ഒന്നുമില്ല, ഇതുവരെ പഠിച്ച സാധനം വെച്ചാൽ വെറും ചീള കേസാണ്. ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് അതായത് ടി എന്ന് പറയുന്നത് എന്താണ്? ടോഗിളിനാണ്. ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ആക്ച്വലി ഉദ്ദേശം. അതായത് നമ്മുടെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തതുപോലെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സാധനമാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതൊന്നുമില്ല, ടി എന്ന് പറഞ്ഞാൽ ടാഗിളാണ്, ടോഗിളാണ്. ഇത് ആക്ച്വലി ക്ലോക്കാണ്. ഇത് എഡ്ജ് ട്രിഗേർഡ് ക്ലോക്കാണ്. ഇൻപുട്ട് ജെയും കെയും ആണ്. ആക്ച്വലി ഔട്ട്പുട്ട് ക്യൂ ബാറും ആണ്. ഇത് ആക്ച്വലി വരയ്ക്കുന്നത് JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഈ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ജെയിനെയും കെയിനെയും നമ്മൾ ഷോർട്ട് ചെയ്ത് ടി കൊടുക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പായി മാറും. ചുരുക്കി പറഞ്ഞാൽ ജെയിനെയും കെയിനെയും ഷോർട്ട് ചെയ്യുക. നേരത്തെ ഡാറ്റ ഇൻപുട്ടിൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഡാറ്റ ഇൻപുട്ടിന് എന്ത് ഇവിടെ നോട്ടൊക്കെ വെച്ചിട്ടാണ് കൊടുത്തത്. അതൊന്നുമില്ല, നേരിട്ട് കൊടുക്കുകയാണ്. അതായത് ജെയിലേക്കും കെയിലേക്കും ഒരേ ഇൻപുട്ട് കൊടുക്കുകയാണ്. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഫങ്ഷണൽ ആയിട്ടുള്ളൊരു ബ്ലോക്ക് ഡയഗ്രാണിത്. സിമ്പിളാണിത്. ആക്ച്വലി ഇതിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ടി ടോഗിൾ ഇൻപുട്ട് ഉണ്ടാവും, അതേപോലെ ക്ലോക്കും ഉണ്ടാവും, ഔട്ട്പുട്ടായിട്ട് ക്യൂ ഉണ്ടാവും, ക്യൂ ബാറും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരിക്കും? ഇത്രയൊക്കെ വരച്ച സ്ഥിതിക്ക് ഇനി ഒരു വിഷയമേ അല്ല. ക്ലോക്ക് ഇൻപുട്ട് ഉണ്ടാകും, ക്ലോക്ക് ഉണ്ടാകും, ടോഗിൾ ഇൻപുട്ട് ഉണ്ടാകും, അതേപോലെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് QN+1, അതായത് പ്രസൻറ്റ് ഔട്ട്പുട്ട്. ക്ലോക്ക് ഇല്ലെങ്കിൽ, ക്ലോക്ക് കൊടുത്തില്ല, ടിയിൽ എന്ത് വാല്യൂ വന്നാലും കുഴപ്പമില്ല, മെമ്മറി പഴയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരിക്കും പുതിയ ഔട്ട്പുട്ട് വരിക. നമുക്കറിയുന്ന കാര്യമാണല്ലോ. ഇനി ക്ലോക്ക് ഉണ്ടായിട്ട് 0 ആയി കൊടുത്തതെന്ന് വെച്ചാൽ ടിയിൽ 0 കൊടുത്താൽ എന്താ വരിക? ജെയിലും 0, കെയിലും 0. ജെയിലും കെയിലും 0 ആണെന്ന് എന്താ സംഭവിക്കുക? JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ജെയിലും കെയിലും 0, ക്ലോക്കും ഉണ്ട്, എന്താ വരിക? മെമ്മറി, അതായത് QN തന്നെ വരും. അതായത് രണ്ട് കേസിലും മെമ്മറി റീറ്റെയിൻ ചെയ്യും അല്ലേ? ഇനി ക്ലോക്ക് ഉണ്ട്, ടിയിൽ 1 കൊടുത്ത്, അപ്പോൾ എന്താ സംഭവിക്കുക? ടിയിൽ 1 ജെയിലും 1 വരും, കെയിലും 1 വരും. ജെയിലും കെയിലും 1 വന്നാൽ ക്ലോക്ക് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ടോഗിളാണ്. ടോഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ ഔട്ട്പുട്ട് QN ആണെങ്കിൽ QN+1 എന്തായിരിക്കും? QN ബാർ ആയിരിക്കും. സംഭവം സിമ്പിൾ. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വരച്ച് കഴിഞ്ഞാൽ പിന്നെ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ സാധനം. ഇതാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതും പിന്നെ അതിൻ്റെ സാധനം കൂടെ ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കാം. അതോടുകൂടി നമുക്ക് ആ പോർഷൻ തീർത്തുകളെ. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാൽ തീർക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി തീർത്തുകളെ. ഇതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിള്. ഒരു സെക്കൻഡ്. ആണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ വേണം. ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ CH എന്നൊക്കെ എഴുതിയിട്ടുള്ളൂ. ക്യാരക്ടറിസ്റ്റിക്സ് ടേബിളാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ എന്ന് പറഞ്ഞാൽ? QN അല്ലേ? അതാണ് പാസ്റ്റ് ഔട്ട്പുട്ടും പ്രസൻറ്റ് ഇൻപുട്ടും അതിൻ്റെ പ്രസൻറ്റ് ഔട്ട്പുട്ടിനെ എങ്ങനെ ബാധിക്കും എന്നാണ് ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ പറയുന്നത്. അപ്പോൾ QN-ഉം T-യും ആയിരിക്കും ഇൻപുട്ടല്ല ഈ ടേബിളിൽ വരിക. അതിനനുസരിച്ച് QN+1 എങ്ങനെ മാറുന്നു എന്നാണ് അതിൽ നോക്കുക. ഓക്കെ, അപ്പം QN+1ൻ്റെ വാല്യൂ അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എന്തായിരിക്കും? 0 0 0 1 1 0 1 1. അപ്പം നമുക്കറിയാം 0 എന്നുള്ള വാല്യൂ കൊടുത്തിട്ട് ടോഗിളിൽ 0 ആണെങ്കിൽ, ടോഗിളിൽ 0 ആണ് എന്താ വരിക? മെമ്മറി മോഡ് നമ്മൾ പഠിച്ചു 0. അതേപോലെ QN-ൻ്റെ വാല്യൂ 1 ആണിട്ട് ടോഗിൾ 0 വരികയാണ് എന്താണ്? അപ്പോഴും മെമ്മറിയാണ്. മെമ്മറി എന്താണ്? പഴയ QN തന്നെ QN+1 ആയി വരും. ഇനി ടിയുടെ വാല്യൂ 1 വരികയാണെങ്കിൽ, ടോഗിൾ ആണെങ്കിൽ, ടിയുടെ വാല്യൂ 1 ടോഗിളാണ്. അപ്പോൾ QN എന്തായിരിക്കും? QN+1 വരുമ്പോൾ
ക്യു എൻ പ്ലസ് 1 ക്യു എൻ ബാർ ആയിരിക്കും. അപ്പോൾ 0 എന്നുള്ള എന്താവും 1 ആയി മാറും. അതുപോലെ ടോഗിൾ 1 ആകുമ്പോൾ 1 എന്നുള്ള എന്താവും 0 ആയി മാറും. ഓക്കെ, ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ടേബിൾ. ഇനി ഇതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ കൂടെ നോക്കാം. എക്സൈറ്റേഷൻ ടേബിൾ. അതിന് മുന്നേ ഒരു കാര്യം നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ നോക്കിയാൽ നമുക്കറിയാം ഇതെന്താണ്, ഏതെങ്കിലും ഒരു സാധനമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് ക്യു എൻ പ്ലസ് 1 നമ്മൾ കുറേ ടൈപ്പ് ഗേറ്റുകളൊക്കെ പഠിച്ചിട്ടില്ലേ, ആൻഡ്, ഓർ, നോട്ട്, അങ്ങനെ കുറേ പഠിച്ചിട്ടില്ലേ. ഏതാണെന്ന് മനസ്സിലാവുന്നത് കണ്ടിട്ട്? ഇത് എയും ഇത് ബിയും ഇത് ഔട്ട്പുട്ട് ആണെങ്കിൽ ഡിഫറൻറ്റ്, അതായത് 0യും 1 വരുമ്പോൾ ഔട്ട്പുട്ട് 1, 1ഉം 0 വരുമ്പോൾ ഔട്ട്പുട്ട് 1. സെയിം ആയത്, അതായത് 0 0 കൊടുത്താൽ ഔട്ട്പുട്ട് 0, 1 1 കൊടുത്താൽ ഔട്ട്പുട്ട് 0. ഇതെന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ഓർ ഗേറ്റിൻ്റെ ഈക്വലൻ്റ് ആണ്. അപ്പോൾ ക്യു എൻ പ്ലസ് 1 നമുക്ക് എന്ത് ചെയ്യാം? ക്യു എൻ എക്സ്ക്ലൂസീവ്ലി ഓർ ടി എന്ന് എഴുതാം. ഇത് തന്നെ, ഈ എക്സ്ക്ലൂസീവ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ക്യു എൻ ഇൻറ്റു ടി ബാർ പ്ലസ് ക്യു എൻ ബാർ ഇൻറ്റു ടി ആണ് കേട്ടോ. അതായത് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമുക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടിയത്. അവിടെ എന്താ, ഒന്ന് ജെയും ഒന്ന് കെയും ആയിരുന്നു. ഓർമ്മയുണ്ടോ? തൊട്ട മുന്നേ കണ്ട ഓർമ്മയുണ്ടോ? ജെ ഇൻറ്റു ക്യു എൻ ബാർ പ്ലസ് കെ ബാർ ഇൻറ്റു ക്യു എൻ എന്നാണ് കണ്ടത്. അവിടെ ജെയും കെയും എന്തായിരുന്നു? ഒന്ന് തന്നെയാണ്. അവിടെ ഇവിടെ എന്താ, ടി ഇൻറ്റു ക്യു എൻ ബാർ പ്ലസ് ടി ബാർ ഇൻറ്റു ക്യു എൻ കിട്ടി. അത്രയേ ഉള്ളൂ. കാരണം ജെയും കെയും ടി തന്നെയാണല്ലോ. അപ്പോൾ ഇതാണ് ഈ സാധനം, ക്യു എൻ പ്ലസ് 1ൻ്റെ റിലേഷൻ. ഇനി എക്സൈറ്റേഷൻ ടേബിൾ നമുക്ക് നോക്കാം. എക്സൈറ്റേഷൻ ടേബിൾ എന്തൊക്കെയാണ് വരിക? ക്യു എന്നും ക്യു എൻ പ്ലസ് 1 എന്നും, അതായത് പഴയതും പുതിയതുമായ ഔട്ട്പുട്ടുകൾ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻപുട്ട് എങ്ങനെ വരുന്നതാണ് നോക്കേണ്ടത്. അപ്പോൾ ക്യു എൻ 0 0 0 1 1 0 1 1 വരാം. ക്യു എന്നും ക്യു എൻ പ്ലസ് 1ഉം 0 0 വരുന്നത്, ക്യു എന്നും ക്യു എൻ പ്ലസ് 1ഉം 0 0 വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ കേസിൽ ടിയുടെ വാല്യൂ എന്താണ്? ആ കേസിൽ ടിയുടെ വാല്യൂ 0 ആണ്. ഇനി ക്യു എന്നും ക്യു എൻ പ്ലസ് 1ൻ്റെയും വാല്യൂ 0 1 വരികയാണെങ്കിൽ ആ സമയത്തുള്ള ടിയുടെ വാല്യൂ എന്താണ്? 1 ആണ്. ഇനി ക്യു എന്നിൻ്റെയും ക്യു എൻ പ്ലസ് 1ൻ്റെ വാല്യൂ 1 0 വരുന്നത്, 1 0 വരുന്ന കേസാണിത്. ആ 1 0 വരുന്ന, അതായത് സോറി 0 0 0 0 1 1 0 എന്നാണ് ഇവിടെ വരിക. 1 0 താഴെയാണ്. ക്യു എന്നും ക്യു എൻ പ്ലസ് 1ൻ്റെയും വാല്യൂ 1 0 വരുമ്പോൾ ടിയുടെ വാല്യൂ എന്താണ്? ടിയുടെ വാല്യൂ 1 ആണ്. ഇനി ക്യു എന്നും ക്യു എൻ പ്ലസ് 1 1 വരുമ്പോൾ ടിയുടെ വാല്യൂ എന്താണ്? ടിയുടെ വാല്യൂ 0 ആണ്. ടിയുടെ വാല്യൂ 0 ആണ്. ഇതാണ് ആക്ച്വലി ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ. ഓക്കെ, ടിയുടെ വാല്യൂ 1, ടിയുടെ വാല്യൂ 0 ആണ്. ടിയുടെ വാല്യൂ 0 ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ നേരത്തെ ജെയിൻ്റെയും കെയിൻ്റെയും കണ്ടുപിടിച്ച പോലെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് ഹോംവർക്ക് ചെയ്യും. എങ്ങനെ ചെയ്യുക? ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ടി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം. ടി ഈസ് ഈക്വൽ ടു എഴുതണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യുക? ടിക്ക് വരുന്ന ഇൻപുട്ടുകൾ ഞാൻ നോക്കുക. ഏതൊക്കെയാണ്? ക്യു എന്നും ക്യു എൻ പ്ലസ് 1ഉം ആണ്. അപ്പോൾ ക്യു എൻ പ്ലസ് 1 വരുമ്പോൾ ടീനെ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഇവിടെ 0യും 1ഉം വരും, ഇവിടെ 0യും 1ഉം വരും. 0 0 വരുമ്പോൾ ടിയുടെ വാല്യൂ 0, 0 1 വരുമ്പോൾ ടിയുടെ വാല്യൂ 1. ഇനി 1 0 വരുമ്പോൾ ടിയുടെ വാല്യൂ 1, 1 1 വരുമ്പോൾ ടിയുടെ വാല്യൂ 0. ഇവിടെ ഗ്രൂപ്പിംഗ് ഒന്നും പറ്റില്ല, ആകെ 2 ഒന്നുകളേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ്, അടുത്തത് മറ്റേ ഗ്രൂപ്പ്. അപ്പോൾ ഇങ്ങനൊരു ഗ്രൂപ്പും ഇങ്ങനൊരു ഗ്രൂപ്പും ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ ക്യു എൻ ബാറും ക്യു എൻ പ്ലസ് 1. അപ്പോൾ ക്യു എൻ ബാർ ഇൻറ്റു ക്യു എൻ പ്ലസ് 1 പ്ലസ് ഇവിടെ എന്താണ്? ഇവിടെ ക്യു എൻ ഇൻറ്റു ക്യു എൻ പ്ലസ് 1 ബാർ. ഓക്കെ, ഇതാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ. ടി ഈസ് ഈക്വൽ ടു ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ. മുഴുവൻ കാര്യം ഞാൻ എന്നാലാവും ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവരും ലീവ് ചെയ്തോളൂ.